പാടലീപുത്രയുടെ മണ്ണിലേക്ക് ദേശീയ നേതാക്കന്മാർ ഒഴുകിയെത്തുകയാണ്. ലക്ഷ്യം എന്താണെന്നല്ലേ? ബീഹാറിൽ ഇത്തവണ ജയിക്കണം. നളന്ദ സർവകലാശാലയുടെ തിരുമുറ്റമായിരുന്നു ഒരു കാലത്തെ ബീഹാർ. ആ ബീഹാറിന്റെ മണ്ണിൽ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഈറ്റില്ലവും പോറ്റില്ലവും എന്നറിയപ്പെടുന്ന ബീഹാറിൽ ഇത്തവണ ഇന്ത്യ സഖ്യത്തിന് ജയിക്കണം. ഇന്ത്യ സഖ്യത്തിന് ജയിക്കണമെങ്കിൽ തേര് തെളിക്കാൻ വേണ്ട നേതാവിന്റെ പേരെന്താണെന്നല്ലേ? മിസ്റ്റർ രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി തേര് തെളിച്ചാൽ കൗരവ പാണ്ഡവ യുദ്ധത്തിൽ അധർമ്മത്തിനെതിരെ ധർമ്മത്തിന്റെ പടവാളേന്തിയ ഭഗവാൻ ശ്രീകൃഷ്ണനെ പോലെ ധർമ്മത്തിന്റെ പടവാളേന്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി മുന്നിൽ ഉണ്ടാവും. തേര് തെളിക്കാൻ തേജസ്വി യാദവും വില്ലുകുലയ്ക്കാൻ അവിടെ കനയ്യകുമാറും രംഗപ്രവേശനം ചെയ്യുമ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ പ്രതീക്ഷ വാനോളം ഉയരുകയാണ്. നിതീഷ് കുമാറും ബി.ജെ.പിയും ചേർന്ന് മുച്ചൂടും ഭരിച്ചു മുടിച്ച ബീഹാറിന് അതിൽ നിന്ന് ഒരു തിരിച്ചുവരവ് ആവശ്യമാണ്. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന NDA സർക്കാരിനെതിരെ വലിയ ജനവികാരം ആളിക്കത്തുകയാണ്. കേന്ദ്ര സർക്കാരിനെതിരായ വികാരം ഒരു ഭാഗത്ത്, ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും പേര് പറഞ്ഞ ഇന്ത്യ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന വിഭജിക്കുന്ന രാജ്യം ഭരിക്കുന്ന സംഘപരിവാറിന്റെ വിഭജന രാഷ്ട്രീയത്തിനെതിരായ ജനങ്ങളുടെ പ്രതിഷേധം ബീഹാറിൽ ബാലറ്റിലൂടെ പ്രതിഫലിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം പ്രവചിക്കുന്നത്. ബീഹാറിന്റെ മണ്ണ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഉഴുതുമറിച്ച മണ്ണാണ്. ഒരു ഭാഗത്ത് തേജസ്വി യാദവിന്റെ, ലലു പ്രസാദ് യാദവിന്റെ, റാബ്രി ദേവിയുടെ രാഷ്ട്രീയ ജനതാദൾ, ഹരിത പതാകയിൽ റാന്തൽ ആലേഖനം ചെയ്ത രാഷ്ട്രീയ ജനതാദളും, മറുഭാഗത്ത് ജനതാദൾ യുണൈറ്റഡ്, നിതീഷ് കുമാറിന്റെ അമ്പടയാളത്തിൽ മത്സരിക്കുന്ന ജനതാദൾ യുണൈറ്റഡ്. അവിടെ ജനതാദൾ യുണൈറ്റഡിനോടൊപ്പം കൈകോർക്കുന്നത് ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനം രാജ്യം ഭരിക്കുന്ന BJP. തൊട്ടിപ്പുറത്ത് RJDയോട് തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ചർക്കാങ്കിത മൂവർണ്ണക്കൊടി വാനിൽ ഉയർത്തിക്കൊണ്ട് ഇന്ത്യയുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, ഇന്ത്യയുടെ ജനാധിപത്യം സംരക്ഷിക്കാൻ, ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കാൻ, ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കാൻ രാവ് പകലാക്കി പോരാടുന്ന രാഹുൽ ഗാന്ധി നയിക്കുന്ന ഇന്ത്യ സഖ്യത്തിന്റെ പോരാട്ട വീര്യം ബീഹാറിൽ എങ്ങും കാണാൻ കഴിയുകയാണ്. ബീഹാറിന്റെ ഗ്രാമാന്തരങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരെ വലിയ ജനവികാരമാണുള്ളത്. ബീഹാറിന്റെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും സംസ്ഥാനം ഭരിക്കുന്ന നിതീഷ് കുമാറിനും BJPക്കുമെതിരെ വലിയ പ്രതിഷേധമാണുള്ളത്. ഈ പ്രതിഷേധം വോട്ടായി മാറിയാൽ ഇത്തവണ ബീഹാറിൽ വലിയ അട്ടിമറി സംഭവിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകന്മാർ പറയുന്നത്. ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് ചൂടതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുകയാണ്. ദേശീയ നേതാക്കൾ ബീഹാറിൽ കളം നിറഞ്ഞു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ സോണി ആരോഗ്യം വകവെക്കാതെ ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ കാവൽ മാലാഖ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന സോണിയാഗാന്ധി ബീഹാറിലേക്ക് പ്രചരണത്തിനെത്തുകയാണ്. രാഹുൽ ഗാന്ധി ബീഹാറിലെത്തുകയാണ്. സഹോദരി പ്രിയങ്ക ഗാന്ധി ബീഹാറിലെത്തുകയാണ്. സിദ്ധരാമയ്യയും DK ശിവകുമാറും സച്ചിൻ പൈലറ്റും അശോക് ഗെഹ്ലോട്ടും അടക്കമുള്ള കോൺഗ്രസിന്റെ താര പ്രചാരകർ ബീഹാറിൽ പ്രചരണത്തിനെത്തുകയാണ്. കനയ്യകുമാരും രാജേഷ് റാമും നടക്കുന്ന പപ്പു യാദവും ചേർന്ന ബീഹാറിന്റെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സമാനതകളില്ലാത്ത പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. മറുഭാഗത്ത് NDA വിയർക്കുന്നു. കാരണം NDAയിലെ പാളയത്തിലെ പട അവരെ അസ്വസ്ഥരാക്കുന്നുണ്ട്. നിതീഷ് കുമാറും BJPയും തമ്മിൽ അത്ര നല്ല സുഖത്തിലല്ല. BJPയും ചിരാഗ് പാസ്വാനും തമ്മിൽ അത്ര നല്ല രസത്തിലല്ല. ഇതെല്ലാം BJPക്ക് പ്രതികൂല ഘടകമാണ്. മറുഭാഗത്ത് ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി ജാതി രാഷ്ട്രീയത്തെ തൂത്തെറിയാൻ, മതരാഷ്ട്രീയത്തെ തൂത്തെറിയാൻ, വീണ്ടും ജനാധിപത്യത്തിന്റെ വസന്തം ബീഹാറിന്റെ ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിൽ നിന്നും ഉയർന്നു പറക്കുവാൻ, ഉയർന്നു കേൾക്കുവാൻ അവിടെ റാന്തൽ അടയാളപ്പെടുത്തിയ ഹരിത പതാകയും ചർക്കാങ്കിത ത്രിവർണ്ണ പതാകയും കൂട്ടിക്കെട്ടി ഒരു മനസ്സോടുകൂടി ഒറ്റക്കെട്ടായി പോരാട്ടം നടത്തുമ്പോൾ കോൺഗ്രസ് വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. നവംബർ 14 ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനത്തിന്റെ അന്ന് ആ ബീഹാറിലെ വോട്ടെണ്ണൽ നടക്കുമ്പോൾ അധികാരത്തിന്റെ പാന്താവിലേക്ക്, അധികാരത്തിന്റെ ചുവപ്പ് പരവതാനി വിരിച്ച് കടന്നു വരാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയിലാണ് കോൺഗ്രസും RJDയും.